നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതിയ ആയുധ കരാറുകൾക്കായി ബെയ്ജിംഗിലെത്തിയ പാക് പ്രതിനിധി സംഘങ്ങളോട് സത്യം വെളിപ്പെടുത്തി ഷീ ജിൻപിങ് ഭരണകൂടം. ചൈനയുടെ കൊടുംചതിയിൽ വിറളി പിടിച്ച് പാകിസ്ഥാൻ. പഹൽഗാം ആക്രമണം നടന്നതിന് പിന്നാലെ ഇന്ത്യ കയറി അടിക്കുമെന്ന് പാകിസ്ഥാൻ ഉറപ്പിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണം ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ചൈനയും പാകിസ്ഥാനും തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ പോലും ചൈനീസ് ആയുധങ്ങളുടെ മേന്മ പറഞ്ഞ സംഘമാണ് ഇപ്പോൾ കൈമലർത്തിയിരിക്കുന്നത്. ബ്രഹ്മോസും ആകാശും നാഗയും ഒക്കെ പാകിസ്ഥാന്റെ നെഞ്ചത്തേക്ക് ഇന്ത്യ പയറ്റുമെന്നറിയാമായിരുന്നിട്ടും ഒരു മുന്നറിയിപ്പ് പോലും പാക് ഭരണകൂടത്തിനോ പട്ടാളത്തിനോ ചൈന കൊടുത്തില്ല. എല്ലാം കഴിഞ്ഞ് പാകിസ്ഥാന്റെ വെടിയും പുകയും കണ്ടപ്പോഴാണ് ചൈനീസ് ആക്രിയുടെ സത്യാവസ്ഥ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിവെച്ചപ്പോഴും പാകിസ്ഥാൻ അതിന് തിരിച്ചടിയുമായി രംഗത്ത് വന്നപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു പാക് പട്ടാളവും അസിം മുനീറും എല്ലാവരും. കാരണം അവരുടെ ഓവർ കോൺഫിഡൻസിന് കാരണം ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ ആകാശ കോട്ട കാക്കും എന്നായിരുന്നു. എന്നാൽ ഇന്ത്യ ആക്രമണം തുടങ്ങി 10-ാം മിനിറ്റിൽ പാകിസ്ഥാൻ അപകടം മണത്തു. അതായത് ചൈനയുടെ ഒരു ഉപകരണങ്ങളും ഒരു യുദ്ധോപകരണങ്ങളും ഇന്ത്യക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ളതല്ല എന്ന്. 20-ാം മിനിറ്റിൽ ബ്രഹ്മോസ് കയറി തലങ്ങും വിലങ്ങും അടിച്ചപ്പോഴാണ് പാകിസ്ഥാൻ അടിപതറി വീണതും ചൈന ചതിച്ചു എന്ന് ബോധ്യപ്പെട്ടതും. അപ്പോഴേക്കും പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിരുന്നു. പാകിസ്ഥാനെ നെടുകെ പിളർന്നിട്ടാണ് ഇന്ത്യ തിരികെ വന്നത്. ഇന്ത്യയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വന്നതിലുള്ള അതൃപ്തി പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചൈനയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ബ്രഹ്മോസ് പോലെയുള്ള സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളെ തടയാൻ HQ-9B, HQ-60 എന്നീ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കില്ലെന്ന് ചൈന പാകിസ്ഥാനെ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം നിറയുന്നതും ഇതുതന്നെയാണ്. ഈ സംവിധാനങ്ങൾ ബ്രഹ്മോസ് മിസൈലുകളെ തടയാൻ കഴിയുന്ന തരത്തിലല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് ചൈന പറയുന്നത്. മെയ് 7-ന് ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളും ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് തകർത്തിരുന്നു. ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിയ HQ-9B, HQ-60 എന്നീ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസ് മിസൈലിനെ തിരിച്ചറിയാനോ പ്രതിരോധിക്കാനോ പോലും സാധിച്ചില്ല. അതാണ് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയത്. ഇതിനു പുറമെ ഇന്ത്യ പ്രയോഗിച്ച സ്കാൽപ്പ് മിസൈലുകളും കാമിക്കാസി ഡ്രോണുകളും പാകിസ്ഥാന്റെ ആന്റി സ്റ്റെൽത്ത് റഡാറുകളെയും HQ-9B, HQ-60 എന്നീ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി. ഇന്ത്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനാകാതെ പോയത് പാകിസ്ഥാനിലും ചൈനയിലും ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് ബദലായാണ് ചൈന HQ-9B സംവിധാനത്തിനെ അവതരിപ്പിച്ചത്. 250 മുതൽ 300 കിലോമീറ്റർ ദൂരെ നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അതിന് സാധിക്കുമെന്നായിരുന്നു അവകാശവാദം. HQ-16 40 കിലോമീറ്റർ അകലെ വരെയുള്ള ലക്ഷ്യങ്ങളെയാണ് തകർക്കുക. പാക് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടെല്ലായാണ് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ സംവിധാനത്തിന്റെ ദൗർബല്യം വ്യക്തമായി. സൂപ്പർസോണിക് വേഗതയിൽ വരുന്ന ബ്രഹ്മോസ് പോലെയുള്ള ക്രൂസ് മിസൈലുകളെ ഇവയ്ക്ക് പ്രതിരോധിക്കാനാകില്ല എന്ന് ഇതോടെ ലോകത്തിന് തന്നെ ബോധ്യപ്പെട്ടു. ഇവയുടെ ശേഷിയെപ്പറ്റി ചൈന തങ്ങളെ പറഞ്ഞു പറ്റിച്ചു എന്നാണ് പാകിസ്ഥാന്റെ പരാതി. എന്നാൽ ഇവ കിടയറ്റതാണെന്നും പരിശീലനം ലഭിക്കാത്തവർ ഉപയോഗിച്ചതുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടായത് എന്നുള്ള വാദമാണ് ചൈനീസ് മാധ്യമങ്ങൾ പടച്ചുവിടുന്നത്. 2022-ൽ തന്നെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ദൗർബല്യം ഇന്ത്യക്ക് ബോധ്യപ്പെട്ടിരുന്നു. പാകിസ്ഥാനിലേക്ക് അബദ്ധത്തിൽ ബ്രഹ്മോസ് മിസൈൽ തൊടുക്കപ്പെട്ടത് അന്ന് വലിയ വിവാദമായിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഇന്ത്യ പരീക്ഷിച്ചതാണെന്ന വാദമാണ് പിന്നീട് ഉയർന്നു വന്നത്. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായി വികസിപ്പിച്ചതാണ് ബ്രഹ്മോസ്. മിസൈലിന്റെ നിർമ്മാണാവകാശം ഇന്ത്യക്ക് മാത്രമാണുള്ളത്. ശബ്ദത്തേക്കാൾ 3 മടങ്ങ് വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസിന് നിലവിൽ 290 കിലോമീറ്ററാണ് പ്രഹര പരിധി. കര, വായു, നാവിക പതിപ്പുകളും അന്തർവാഹിനിയിൽ നിന്ന് ഉപയോഗിക്കാവുന്ന പതിപ്പും ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട്. യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന വലിപ്പം കുറഞ്ഞ ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ സുഖോയ്, തേജസ് വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാനാകും. ബ്രഹ്മോസിന്റെ പ്രഹര പരിധി 500 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ഇതിനു പുറമെ 1500 കിലോമീറ്റർ പരിധിയുള്ള ഹൈപ്പർസോണിക് പതിപ്പും വികസന ഘട്ടത്തിലാണ്. ബ്രഹ്മോസ് ഒരു ദീർഘദൂര റാംജെറ്റ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അന്തർവാഹിനികൾ, കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന പൈലറ്റ് ഇല്ലാത്ത വിമാനം പോലെയാണ് ബ്രഹ്മോസ്.
ഏകദേശം 2.8 മാക് വേഗതയിൽ സഞ്ചരിക്കുന്ന ഇതിന് 300 മുതൽ 800 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ NPOയും ചേർന്നാണ്. ഇവർ ഒരുമിച്ച് ബ്രഹ്മോസ് എയറോസ്പേസ് എന്ന സംയുക്ത സംരംഭം രൂപീകരിച്ചു. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര, റഷ്യയിലെ മോസ്കോവ എന്നീ 2 നദികളുടെ പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന നാമം ലഭിക്കുന്നത്. ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നാലെ ഇന്ത്യൻ ആയുധങ്ങൾക്കായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് അന്വേഷണം വരുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇക്കൂട്ടത്തിൽ ആവശ്യക്കാർ ഏറെയുള്ളത് ബ്രഹ്മോസ് മിസൈലിനാണ്. 2001 ബ്രഹ്മോസ് മിസൈലിന്റെ ആദ്യഘട്ട പരീക്ഷണം നടക്കുന്നത്. പിന്നീട് പല തലങ്ങളിലായി നടന്ന പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇത്രയും പ്രഹരശേഷിയുള്ള തലത്തിലേക്ക് ബ്രഹ്മോസ് വളർന്നത്. ഫിലിപ്പൈൻസ് ആണ് ആദ്യമായി ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ $375 മില്യൺ ഇടപാടിൽ ആദ്യ ബാച്ച് ഇന്ത്യ കൈമാറിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബ്രഹ്മോസിനായി വിവിധ ലോകരാജ്യങ്ങൾ ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ്. ഇന്തോനേഷ്യ, ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ, ചില ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ എന്നിവയും ബ്രഹ്മോസിനായി സമീപിച്ചിട്ടുണ്ടെന്ന് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ചെയർപേഴ്സൺ സമീർ വി കമ്മത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സൈന്യത്തിനും നാവികസേനയ്ക്കുമായി വിയറ്റ്നാം $700 മില്യൺ ഇടപാടിനായി മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. മലേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ, ബ്രൂണൈ, ഈജിപ്ത്, സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട്. ബ്രസീൽ, ചിലി, അർജന്റീന, വെനസ്വേല തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാനായി രംഗത്തുണ്ട്. ആയുധങ്ങൾ വാങ്ങിയിരുന്ന രാജ്യത്തിൽ നിന്ന് ആയുധ കയറ്റുമതിക്കാരിലേക്ക് വളരാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നതിന്റെ തെളിവായി ഇതിനെ കാണാം. കരയിലും കടലിലും ആകാശത്തു നിന്നും ഒരുപോലെ ശത്രുരാജ്യത്തിന്റെ മേൽ വർഷിക്കാൻ സാധിക്കുന്നതാണ് ബ്രഹ്മോസ് മിസൈൽ. ഒരു തവണ ലക്ഷ്യസ്ഥാനം സെറ്റ് ചെയ്താൽ പിന്നീട് ഒരു തരത്തിലുമുള്ള ക്രമീകരണങ്ങളും നടത്തേണ്ടതില്ല. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് കാലാവസ്ഥയിലും ഈ മിസൈൽ തൊടുക്കാനാകും. ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി വിപുലപ്പെടുത്താനായി ഇന്ത്യ സംയോജന പരീക്ഷണ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ പ്രതിരോധ ഇടനാഴിയുടെ ഭാഗമായി പുതിയ റിസർച്ച് കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. ലക്നൗ, കാൺപൂർ, അലിഗഡ്, ആഗ്ര, ഝാൻസി, ചിത്രകൂട് എന്നിവിടങ്ങളിലാണ് പുതിയ ബ്രഹ്മോസ് അനുബന്ധ യൂണിറ്റ് തുടങ്ങിയത്. ലക്നൌവിലെ ടെസ്റ്റിംഗ് സെന്ററിൽ പ്രതിവർഷം 80 മുതൽ 100 സൂപ്പർസോണിക് ബ്രഹ്മോസ് നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട്. ഒരു ചരിത്രവും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 1980കളിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സംയോജിത ഗൈഡഡ് മിസൈൽ വികസന പരിപാടി അഗ്നി പരമ്പരയിലുള്ള ആണവ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാൻ തുടങ്ങി. ഈ പദ്ധതിയിലൂടെ ആകാശ്, പൃഥ്വി, നാഗ് തുടങ്ങിയ വിവിധോദ്ദേശ മിസൈലുകളും വികസിപ്പിച്ചെടുത്തു. 1990കളിൽ ഉയർന്ന കൃത്യതയോടെ വാർഹെഡുകൾ എത്തിക്കാൻ ശേഷിയുള്ള ക്രൂയിസ് മിസൈലുകൾ സൈന്യത്തിന് ആവശ്യമാണെന്ന് മനസ്സിലായി. റഷ്യയുമായുള്ള പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം 1998 ഫെബ്രുവരിയിൽ മോസ്കോയിൽ ഒരു കരാർ ഒപ്പുവെക്കുന്നു. അന്നത്തെ DRDOയുടെ തലവനായിരുന്ന ഡോക്ടർ കലാമും റഷ്യയുടെ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി NV മിഖൈലോവുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്.